ആദ്യമേ പറയാണ് ചിരിക്കരുത്, യുദ്ധം തുടങ്ങാൻ പോണേ ഉള്ളൂ. യുദ്ധം അവസാനിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരിക്കാതിരിക്കാൻ നിങ്ങളുടെ ഇഷ്ടമാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ചിരിക്കരുത് കേട്ടല്ലോ. ആ പറഞ്ഞേക്കാം, ചിരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. കണ്ടിട്ട് വന്നു. ഇപ്പോ ഒരു ഇലക്ഷൻ വരാൻ പോവാണ്. മൂന്നാമതും ഒരു അധികാരം കിട്ടണം. എന്തിനാണെന്നറിയോ? അഴിമതി നടത്താൻ വേണ്ടി മാത്രമല്ല, ഈ നടത്തിയ അഴിമതി മുഴുവൻ UDF അധികാരത്തിൽ വന്നാലും പിടിക്കുമെന്നും ആ അഴിമതി നടത്തിയ ആളുകളെ മുഴുവനും ജയിലിലടക്കുമെന്നും കോംപ്രമൈസ് ഇല്ലാത്ത നേതാവ് VD സതീശനുള്ള ഐക്യ ജനാധിപത്യ മുന്നണി അത്തരം ആളുകളെ കൽത്തുറുങ്കിൽ അടക്കുമെന്ന ഭയമുള്ളത് കൊണ്ട് എങ്ങനെങ്കിലും മൂന്നാമതും അധികാരത്തിൽ വരണം. അതിന് എന്തെല്ലാം വേലകളാണ് കാട്ടിക്കൂട്ടുന്നത്. ചിരിച്ചാ നിങ്ങൾ ചിരിക്കണ്ടെന്ന് പറയട്ടുണ്ട്. ആരാ അഴിമതിനെ കുറിച്ച് സംസാരിക്കണെന്നുണ്ട? നമ്മളെ കൂട്ടപ്പന്തം പെറു. എന്റെ മോനെ ധോത്തി ചലഞ്ചില് 200 രൂപയുടെ മുണ്ട് 150 രൂപയുടെ മുണ്ട് മേടിച്ചിട്ട് 600 രൂപയ്ക്ക് ലീഗുകാർക്ക് കച്ചവടം ചെയ്തു. പോരാത്തതിനൊരു പാവപ്പെട്ട കുഞ്ഞ്, ഏത് നമ്മളെ കത്തുവായിൽ മരിച്ച ആ കുഞ്ഞിൻ്റെ പേരിൽ പണ്ട് വിരിച്ച് മുക്കിയോ, അതും ജുമായ്ക്ക് ഉച്ചയ്ക്ക് നിസ്കാരം കഴിഞ്ഞ് വരുന്നോട്ടേന്ന്. എന്നിട്ട് 2021 ഇലക്ഷനിൽ മത്സരിച്ചപ്പം അവിടെ വെറ്റിൽ കൊടുത്ത എന്തായിരുന്നറിയോ? 25 ലക്ഷം രൂപയുടെ കടമുള്ളവൻ. എന്നിട്ട് 2025 ആയപ്പോൾ NH നടുക്ക് 15 സെന്റ് സ്ഥലം, കോടികൾ വിലയുള്ളത്, സ്വന്തമായിട്ട് കോടികളുടെ വീട്, സ്വന്തമായിട്ട് കോടികളുടെ കാറ്, ബിസിനസ്, അത് ഇത്. എന്നിട്ടും അഴിമതിനെ കുറിച്ച് പറയണ് കേട്ടോ, വാദോരാതെ. ഒരു പാവപ്പെട്ട അയാൾ ഇതുപോലും അറിയുന്ന പോലും ഇല്ല. ആ പാവപ്പെട്ട പ്രതിപക്ഷ നേതാവിനപ്പുറ കോംപ്രമൈസ് ഇല്ലാത്ത നേതാവെന്നാ പറഞ്ഞിരിക്കുന്നത്. അയാൾ എന്നെ ആലോചിക്കും, എപ്പോഴും എന്തിന് ഡേ പെറു പോടാ, ചിരിപ്പിക്കാതെ പോടാ. എന്തരാണ് അനിയന്റെ കഞ്ചാവ് എടുത്ത് അടിച്ചെന്ന് തോണു, ചുമ്മാ അല്ല. ചട്ടണി എന്ന് പറഞ്ഞ് മുക്കി അടിച്ചെന്ന് തോണു. ഏത് മറ്റേ പുജേറിന്റെ സാമാനം. ചുമ്മാ അല്ല മോനെ, പിടുത്തം വിട്ട് നിൽക്കണത്. പോ